നമ്മൾ പറഞ്ഞത് ലാർജസ്റ്റ്, ഹയസ്റ്റ്, ലോങ്സ്റ്റ് ആൻഡ് കോൾഡസ്റ്റ്. അത് നമ്മൾ ഫിനിഷ് ചെയ്തു. ദെൻ ഒന്നുകൂടെ അത് ജസ്റ്റ് ഒന്ന് പറയാം. ആരെങ്കിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എഴുതിയെടുക്കുക. Largest, highest, longest and coldest. Write the names of these geographical biggies. Choose from the box. First one, the highest waterfall. ഏറ്റവും highest ആയിട്ടുള്ള waterfall ഏതാണ് എന്ന് നമ്മൾ എഴുതി അല്ലേ? ഏതാണ്? Salto Angel waterfall. And second, coldest continent. Coldest continent. Which is the coldest continent? ഏതാണ് ദേവപ്രിയ? The coldest continent. Antarctica. Antarctica. And then third one, the largest island. Which is the largest island, Suryadev? എന്താണ് മോനെ കേൾക്കാൻ Greenland. Okay. Then fourth, the largest continent. The largest continent is, which is the largest continent? Asia. Asia. നമ്മുടെ continent ആണ് അല്ലേ? Our continent is Asia, is the largest continent. And the largest desert. The largest desert. ഏതാണ് അബ്ദുൽ ബാസിത്? The largest desert. Sahara. ഏതാണ്? ഏതാണ്? I can't hear you. Sahara. എന്താണ് അത് വായിക്കുക? എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യം കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പറയാൻ പോലും അറിയില്ല. ആൻസർ നോക്കിയിട്ടെങ്കിലും പറയാം, അതുപോലും അറിയില്ല അല്ലെ അബ്ദുൽ ബാസിത്തെ? ഞാൻ അന്നേ അബ്ദുൽ ബാസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, ടെക്സ്റ്റും നോട്ടും കറക്റ്റ് ആയിട്ട് നന്നായിട്ട് വായിക്കണം. നന്നായിട്ട് വായിച്ചു നോക്കുക. നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് വായിക്കേണ്ടത് എന്നുള്ളത് ശ്രദ്ധിച്ചാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവൂ. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റ് ഏത് സബ്ജക്റ്റ് ആയാലും അല്ലെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നാൽ മാത്രമേ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് മനസ്സിലാവുള്ളൂ. എന്താണ് ആരോൺ? The largest desert. Okay, Sahara. And then sixth, the longest river. Which is the longest river? ഏതാണ് ദേവാഞ്ജന? Nile. Nile. Then seventh, the largest and deepest ocean. ഏതാണ് ഷെഫി? Pacific. Pacific. Okay. The largest and deepest ocean is Pacific Ocean. And eighth, the highest mountain peak. The highest mountain peak. ഏതാണ് അശ്വിൻ? Mount Everest. Okay. The highest mountain peak is Mount Everest. And ninth, the largest lake. The largest lake. ഏതാണ് ശ്രീദേവ്? Caspian Sea. Caspian Sea. Okay. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതിയോ എല്ലാവരും? എഴുതിയോ? ഓക്കെ, നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ അത് ഫിനിഷായി. ദെൻ ഹോംവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് വുമൺ പവർ. നെക്സ്റ്റ് പേജ്. Given below are pictures of some famous Indian women. Write their names choose from the box. Here is the famous Indian woman's pictures and we will find out which is the famous personality. കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ വുമൻസിന്റെ പിക്ചേഴ്സ് ആണ് ഇത്. ഇത് ആരൊക്കെയാണ് എന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യാണ് വേണ്ടത്. ആൻഡ് കുറേ നെയിംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ആരൊക്കെയാണ് ഈ പിക്ചേഴ്സിലുള്ളത്, ഏതൊക്കെ ആളുകളാണ് എന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യാണ് വേണ്ടത്. Then Fedrin,
ആ നെയിംസ് ഒക്കെ ഒന്ന് വായിച്ചു ഫെഡ്രിൻ. ആ ബോക്സിൽ കൊടുത്തിട്ടുള്ള നെയിംസ്. അനുഷ്ക, ശങ്കർ, ഓക്കെ. അരുന്ധതി റോയ്, ശിവ പട്ടേൽ, ഹോംവർക്ക് തന്നത് ചെയ്തിട്ടുണ്ടോ ഫെഡ്രിൻ? Show me your textbook. ടീച്ചറെ കുറച്ചേ കിട്ടിയുള്ളൂ. Show me. എവിടെയാണ് ഇത്തിരി ഒരു ക്ലോസ്? കുറച്ച് ക്ലോസർ ആയി കാണിച്ചേ, കുറച്ച് ഉയർത്തി പിടിച്ചേ ടെക്സ്റ്റ് ബുക്ക്. ടീച്ചർ ഞാൻ ഈ ബ്രാക്കറ്റിൽ എഴുതിയാക്കുന്നത്. എവിടെ ഈ ബ്രാക്കറ്റ് നമ്പർ അതിന് താഴേക്ക് എടുത്തെഴുതാൻ പ്രത്യേകം പറയണോ ഫെഡ്രിൻ? പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല? നമ്പർ കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആണ് അല്ലേ? അപ്പൊ പിന്നെ ഇവിടെ താഴെ എഴുതാൻ സ്പേസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്പേഴ്സ് കൊടുത്താ പോരെ? ഇനി അത് എഴുതാൻ ഞാൻ വരണോ? ഫെഡ്രിനോടൊക്കെ അന്നേ ഒരുപാട് തവണ പറഞ്ഞതാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. നമ്പേഴ്സ് ആവുമ്പോ 1 2 3 പെട്ടെന്ന് ഇടാലോ അല്ലേ? ഈസിയാണ്. ഏതൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ഫെഡ്രിൻ? ഏതൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? വായിച്ചേ, അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ. ഓക്കെ, ഏതൊക്കെയാണ് ഫെഡ്രിന് കിട്ടിയിട്ടുള്ളത്? അരുന്ധതി റോയ്. അരുന്ധതി റോയ് എത്രാമത്തെയാണ്? വിച്ച് നമ്പർ? അമ്മയല്ലേ എഴുതിയത്? അമ്മയ്ക്ക് എഴുതാനാണോ ഹോംവർക്ക് വരുന്നത്? ആണോ ഫെഡ്രിൻ? ഫെഡ്രിൻ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും എടുത്ത് സ്കൂളിൽ ഉണ്ടാവണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് ഇതാ 8:30 ക്ലാസ് കഴിയും. എന്ത് ചെയ്യാ? അത് കഴിഞ്ഞിട്ട് ഉടനെ എല്ലാ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും കൊണ്ടുവരിക. എല്ലാ ടെക്സ്റ്റും വേണമെന്നില്ല, എല്ലാ സബ്ജക്റ്റിന്റെയും നോട്ട്സ് കൊണ്ടുവരിക. GK-യുടെ ടെക്സ്റ്റും നോട്ടും എടുത്തിട്ട് വരിക. ഉറപ്പാണല്ലോ? ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും ഫെഡ്രിൻ. Okay, then listen. Anushka Shankar, Arundhati Roy, Pratibha Patil, Lata Mangeshkar, Barkha Dutt, Sonal Mansingh, Kalpana Chawla, Kiran Mazumdar Shah, Anju Bobby, George. Okay, ഇവരൊക്കെ എന്താണ്? ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ വുമൻസ് ആണ്. ഇതിൽ ആരൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഫൗണ്ട് ചെയ്യേണ്ടത്. നമ്പർ 1 അവിടെ മെലഡി ക്വീൻ എന്ന് പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? മെലഡി ക്വീൻ ആൻഡ് വിച്ച് ഇസ് ദ ഇന്ത്യൻ ഫേമസ് ഇന്ത്യൻ പേഴ്സണാലിറ്റി എന്നാണ് നമ്മൾ ഫൗണ്ട് ചെയ്യേണ്ടത്. ഹൂ ഇസ് ദിസ്? അശ്വിൻ. ഓക്കെ, അശ്വിൻ ഇത് ആരാണ്? ഇന്ത്യൻ മെലഡി ക്വീൻ എന്നാണ് അവരെ അറിയപ്പെടുന്നത് അല്ലേ? അവരാരാണ്? അൺമ്യൂട്ട് ചെയ്തേ അശ്വിൻ. Lata Mangeshkar. Yes, Lata Mangeshkar. This is Lata Mangeshkar, the famous playback singer, and she is known as the melody queen. Okay, this is Lata Mangeshkar. Lata Mangeshkarനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ്? പ്ലേബാക്ക് സിംഗർ ആണ് അവരല്ലേ? അവര് ഒരു ഫേമസ് ആയിട്ടുള്ള ഗായികയാണ്. സോ നമ്പർ 1 is Lata Mangeshkar. എത്ര പേര് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്?
ഓക്കെ, ആരോ ഓൺ ചെയ്തിട്ടില്ലേ? ആരോൺ? യെസ്. ഓക്കെ, സൂര്യദേവ് ചെയ്തിട്ടില്ലേ? യെസ്. ഷെഫി? ഓക്കെ, അൽന കിട്ടിയിട്ടില്ലേ മോളെ? യെസ്. എബിൻ, ക്രിസ്റ്റി സിൻഡോ ആൻഡ് റോസ് വീഡിയോ എന്താണ് മോളെ ഓൺ ചെയ്തേ? ഓക്കെ, അപ്പോ number 1 is Lata Mangeshkar, the famous playback singer, and she is known as the melody queen. Okay, Devanjana. Okay, mole. Then number 2, she is a famous Odissi dancer. അവരുടെ പിക്ചർ ഉണ്ട്. അവർ ഫേമസ് ആയിട്ടുള്ള ഡാൻസർ ആണ് അല്ലേ? ഏതാണ്? ഒഡീസിയിലാണ് അവർ ഫേമസ് ആയിട്ടുള്ളത്. ഷീ ഇസ് ദ ഫേമസ് ഒഡീസി ഡാൻസർ. ആൻഡ് വിച്ച് ഇസ് ദ ഫേമസ് പേഴ്സണാലിറ്റി? സൂര്യദേവ്? Yes, Sonal Mansingh. അതാരാണ്? ഒഡീസി ഡാൻസർ ആണ്. ഷീ ഈസ് ദ ഫേമസ് ഒഡീസി ഡാൻസർ ആൻഡ് ദ ഫേമസ് ഇന്ത്യൻ വുമൺ ഈസ് സോനാൽ മാൻസിംഗ്. അവര് ഒഡീസിയിലാണ് അവർ ഫേമസ് ആയിട്ടുള്ളത്. ഒഡീസി ഡാൻസർ ആണ് അവര്. സോനാൽ മാൻസിംഗ് ഈസ് number 2. ദേവപ്രിയ ഒന്നും ചെയ്തിട്ടില്ലേ മോളെ? ചെയ്തിട്ടുണ്ടോ? 2 എണ്ണം. ഓക്കെ. Then എഴുതിയോ എല്ലാരും? അബ്ദുൾ ബാസിത്ത് ചെയ്തിട്ടില്ലേ? number 3 എന്താണ്? വായിച്ചേ. number 3, who is that? മിസ്, ഞാൻ നമ്പർ 3 എഴുതിയില്ല. Then number 4? ഞാൻ ആകെ 2 എണ്ണം എഴുതിയില്ലോ. ഏതൊക്കെയാണ്? ഫസ്റ്റ് സെക്കൻഡ് നമ്മളിപ്പോ പറഞ്ഞല്ലോ. അപ്പൊ എഴുതിയെടുത്തു. അപ്പൊ എഴുതിയെടുത്തതല്ലേ അബ്ദുൾ ബാസിത്തെ? ഫസ്റ്റും സെക്കൻഡും നമ്മളിപ്പോ പറഞ്ഞപ്പോ എഴുതിയെടുത്തതല്ലേ? യെസ് ഓർ നോ? സിൻസിയർ ആയിട്ട് പറയൂ. അപ്പൊ എഴുതിയെടുത്തതല്ലേ ഇത്? യെസ്. അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഹോംവർക്ക് തരുന്നത്? കിട്ടിയില്ലെങ്കിൽ നോക്കണം. നോക്കിയിരുന്നോ? നെറ്റ് വഴി നോക്കിയിട്ടും കിട്ടിയില്ലേ? വേറെ ഏതോ ഒരു പേരാണ്. എന്ത് പേര്? നെറ്റ് വഴി നോക്കിയിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ പേര് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താല് അപ്പൊ തന്നെ അവരുടെ പിക്ചേഴ്സും അവർ ആരാണ് എന്നുള്ളത് മുഴുവൻ നെറ്റിൽ വരും. നെറ്റിന് നിങ്ങളെ പോലെ എന്താണ്? യെസ്, കിരൺ മസുംദാർ ഷോ. ഷീ ഈസ് ദ ഫേമസ് ബിസിനസ് വുമൺ അല്ലേ? ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്ററും ബിസിനസ് വുമണും ഒക്കെയാണ് ആര്? കിരൺ മസുംദാർ ഷോ. ഷീ ഈസ് ദ ഫേമസ് ബിസിനസ് വുമൺ. ഓക്കെ, ചെയ്തോ? പെട്ടെന്ന് എഴുതേ. കിരൺ മസുംദാർ ഷോ. ഫെഡറിനെ എഴുതുന്നുണ്ടോ? ഓക്കെ. Then number 4 നോക്കാം അല്ലേ? ഫസ്റ്റ് വുമൺ പ്രസിഡന്റ്. വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഇതെങ്കിലും നിങ്ങൾക്ക് എഴുതായിരുന്നു അല്ലേ? ഫസ്റ്റ് വുമൺ പ്രസിഡന്റ്. ഇതൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്, നെറ്റിൽ നോക്കിയിട്ട് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ മണ്ടത്തരാണത് പറഞ്ഞത്. ഓക്കെ. Then ഷെഫി? പ്രതിഭ പാട്ടീൽ. Yes, Pratibha Patil. She is the first woman president of India. Pratibha Patil. Pratibha Patil. Either Pratibha Patil. And fifth, the famous sitar player. She is the famous sitar player. And who is this? Ashin. Aranidhu.
Anushka Shankar. Okay, Anushka Shankar. She is the famous sitar player. And then Christy, number 6. ആരാണ്? Anju Bobby George. Yes, Anju Bobby George. Anju Bobby George, the famous athlete, അല്ലേ? Anju Bobby George. എന്താണ്? Famous athlete ആണ് Anju Bobby George. And then 7th. ആരാണ് കൃപ 7th? Kalpana Chawla. കൽപ്പന ചൗള. എന്താണ്? ബഹിരാകാശ യാത്രികയൊക്കെയാണ് അല്ലേ കൽപ്പന ചൗള. The astronaut is Kalpana Chawla. Okay. Then Sridev, number 8. Arundhati Roy. Arundhati Roy. She's the famous writer. Arundhati Roy. Arundhati Roy, number 8. And then last and final, she is the famous TV personality. And who is she? Agnes, കിട്ടിയിട്ടുണ്ടോ മോളെ? Barkat. Yes, Barka Dutt. Okay, Barka Dutt is the famous TV personality. Okay, അപ്പോൾ first one, the famous melody queen and the famous playback singer Lata Mangeshkar. And എന്താണ് മോളെ ദേവാഞ്ജന? നോട്ട്ബുക്ക് എഴുതണ്ടേ? യെസ്, നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതണം. എന്താണ്? ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എഴുതാം. ദ ഫേമസ് മെലഡി ക്വീൻ ലത മങ്കേഷ്കർ ആൻഡ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഒഡീസി ഫേമസ് ഒഡീസി ഡാൻസർ സോണാൽ മാൻസിംഗ്. ഇങ്ങനെ ഹൈഫൺ ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എഴുതാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മളിപ്പോൾ ഓക്കെ മോള് ദേവാഞ്ജന, വെരി ഗുഡ്. ദെൻ ഫസ്റ്റ് എന്താണ്? ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുള്ളവർക്ക് അല്ലേ, ഇപ്പൊ ദേവാഞ്ജനയൊക്കെ ചെയ്ത പോലെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഹോംവർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ വരുന്നത്. ദെൻ മിസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് എഴുതാം അല്ലേ, അറിയുന്ന കാര്യമാണ്, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എഴുതാം. അങ്ങനെയൊക്കെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ക്ലാസ് നടക്കുമ്പോൾ തന്നെ എന്ന് വിചാരിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നോട്ട് എഴുതാൻ പോകരുത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാം, ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തതാണെങ്കിൽ ചെയ്യാതെ വന്ന ആൾക്കാർ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുന്ന ടൈം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം. പിന്നെ അത് അവിടെ ബാക്കി വെച്ചിട്ട് എന്താണ് ക്ലാസ് കഴിയുമ്പോൾ എഴുതാതെ പിന്നെ കുറെ ദിവസം കഴിയുമ്പോൾ ഓവർലോഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഫസ്റ്റ് വൺ മെലഡി ക്വീൻ ലത മങ്കേഷ്കർ ആൻഡ് സെക്കൻഡ് ഒഡീസി ഡാൻസർ സോണാൽ മാൻസിംഗ്. തേർഡ് ബിസിനസ് വുമൺ കിരൺ മസുംദാർ ഷോ ആൻഡ് fourth first woman president Pratibha Patil and fifth sitar player Anushka Shankar and sixth athlete Anju Bobby George, seventh astronaut Kalpana Chawla and eighth writer Arundhati Roy and ninth TV personality Barka Dutt. Okay, then clear ആണല്ലോ, എല്ലാവരും ചെയ്തല്ലോ. Then next words of wisdom homework ആയിട്ട് ചെയ്തിട്ട് വരിക. എന്താണത് എന്ന് നോക്കാം. Find a suitable phrases from the box below and complete the proverb. എന്താണ്? ഫേമസ് ആയിട്ടുള്ള proverb ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അതിൽ എന്താണ്? എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഹാഫ് മാത്രമേ തന്നിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫ് ഏതൊക്കെയാണ് എന്നുള്ളത് ഈ കോളത്തിൽ നിന്ന് നമ്മൾ ഫൗണ്ട് ചെയ്തിട്ട് എഴുതുകയാണ് വേണ്ടത്. ഫസ്റ്റ് വൺ അവിടെ തന്നിട്ടുണ്ട്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എന്താണ്? രോഗം വരുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണ് എന്ന് നമ്മൾ പറയും അല്ലെ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ്. ചികിത്സയേക്കാൾ നല്ലത് എന്താണ്? പ്രതിരോധമാണ് എന്ന് പറയാറുണ്ട്. അസുഖം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ആണ് ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട് ഉള്ളത്. ദെൻ സെക്കൻഡ് വൺ ഒക്കെ എന്താണ്? നെക്സ്റ്റ് ഉള്ളതൊക്കെ എന്താണ്? അതിന്റെ ഫസ്റ്റ് ഹാഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇത് ഫൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഏതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം, എല്ലാവരോടും പറയാണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എഴുതിയിട്ട് വന്നാൽ മാത്രം പോരാ, ഇന്ന് എഴുതിയിട്ട് ഇന്ന് തന്നെ ടുഡേ ഇറ്റ്സെൽഫ് ചെയ്തിട്ട് എൻ്റെ വാട്സപ്പിൽ പേഴ്സണലായിട്ട് സെൻഡ് ചെയ്യണം എല്ലാവരും. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ എന്താണ്, ചെയ്യുന്നവർ ആരാണ് ചെയ്യാത്തവർ ആരാണ് എന്നുള്ളത് ഏകദേശം നമുക്കറിയാം. മിക്കവാറും പേരും ചെയ്തിട്ടുണ്ട് എന്ന് പറയും, പക്ഷെ മിക്കവാറും ആളുകളുടെ ടെക്സ്റ്റ് ബുക്കിലും
ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് വെറുതെ പറയുന്ന ആൾക്കാരുണ്ട്, എല്ലാവരുമല്ല, ചില കുട്ടികൾ ഉണ്ട് ചെയ്തിട്ടില്ലെങ്കിലും എന്താണ് ഞാൻ ചെയ്തു എന്ന് പറയുന്നത്. കാരണം നമുക്കിപ്പോൾ അവിടെ വന്ന് നോക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളോട് ഇങ്ങനെ ഉയർത്തി കാണിക്കാൻ പറഞ്ഞാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. സോ ഇന്ന് തന്നെ ചെയ്തിട്ട്, അബ്ദുൾ ബാസിത്തൊന്നും ഇന്ന് വരെ എന്താണ് ഹോംവർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? വളരെ അപൂർവമാണ് ഹോംവർക്ക് തരുന്നത്. പിന്നെ എന്ത് ചെയ്യാ, മിക്കവാറും ചെയ്ത് തരാറില്ല. സോ എന്ത് ചെയ്യാ, ഞാൻ അതിന് നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കാറേ ഉള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാറില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്തു തന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ക്ലാസ് ഏകദേശം 5 മണി 4:45 വരെയാണല്ലോ ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ എന്ത് ചെയ്യാ, അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എന്താണ് ഇത് ചെയ്തിട്ട് എൻ്റെ വാട്സപ്പിൽ തന്നിരിക്കണം. എല്ലാവരും പേഴ്സണലായിട്ട് തന്നാൽ മതി.